ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെനു ഹണി റോസ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു 25th വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു സിമ്പിൾ മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലാണ്. ഇത് ഞാൻ ചെയ്തത് ദുബായിലാണ് ഈ ഒരു വർക്ക് ഞാൻ ചെയ്തത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് കറക്റ്റ് വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. ഇടയ്ക്ക് ഷോർട്ട് വീഡിയോസ് കാര്യങ്ങൾ ഇടുന്നതല്ലാതെ നമ്മുടെ പഴയതുപോലെയുള്ള ഒരു വീഡിയോ കറക്റ്റ് അപ്ലോഡ് ആകുന്നില്ല. അതെനിക്കും അറിയാം. തീർച്ചയായിട്ടും ഈ ഒരു 2025 കറക്റ്റ് വീഡിയോസ് എല്ലാം കറക്റ്റ് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. നടക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നമ്മുടെ ഈ മേക്കപ്പിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ പറയാം. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് എത്തത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് 25th വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു സിമ്പിൾ മേക്കപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ശരിക്കും വലിയ ഒരു ഹെവി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഒന്നും അല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. ശരിക്കും സിമ്പിളായിട്ടാണ് മതി എന്നുള്ളതാണ് ആ മാഡം നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ശരിക്കും സിമ്പിളായിട്ട് ചെയ്തു. പിന്നെ ഗൗണാണ് നമ്മുടെ ഡ്രസ്സ് വരുന്നത്. അപ്പോൾ ആ ഗൗണിന് മേച്ചാവുന്ന ലെവലിലാണ് ഞാനിവിടെ ഈ ഒരു മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും സിമ്പിൾ. അപ്പോൾ ഫസ്റ്റ് പുള്ളിക്കാരിയുടെ ഫേസിൽ പിഗ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ചീക്സിലായിട്ട് പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആദ്യം കളർ കറക്റ്റർ ഉപയോഗിച്ചിട്ട് ഞാൻ കറക്റ്റ് ചെയ്തു. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നില്ല. കുറച്ച് അവിടെ ഇവിടെയൊക്കെ കിട്ടിയ ഒരു വീഡിയോസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത്. ശരിക്കും തെറ്റുകുറ്റങ്ങളുണ്ടാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കാരണം ഇനി വരുന്ന വീഡിയോസ് അത് കറക്റ്റായിട്ടുള്ള വീഡിയോസ് മാക്സിമം ഇടാനായിട്ട് ഞാൻ ശ്രദ്ധിക്കും. അപ്പോൾ ഇതൊന്ന് ശരിക്കും തെറ്റുകുറ്റങ്ങളുണ്ടാകും. അപ്പോൾ എല്ലാം ഒന്ന് ക്ഷമിക്കുക. അത് മുന്നേ കൂട്ടി പറയുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കളർ കറക്റ്ററൊക്കെ ചെയ്തതിന് ശേഷം സ്കിന്നിന് മാച്ചാവുന്ന ലെവലിൽ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഫിക്സിംഗ് പൗഡർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഐ മേക്കപ്പിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയില്ല. കാരണം ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും അത് എങ്ങോട്ടൊക്കെ മാറിപ്പോയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹെയർ സ്റ്റൈല് ഒരു നല്ലൊരു ഗൗണിന് മാച്ചാവുന്ന ലെവലിലുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്തത്. അപ്പോൾ അതും കുഴപ്പമില്ലാത്ത ലെവലിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു. മാഡത്തിൻ്റെ ഹെയർ എന്ന് പറയുന്നത് ഒരു ശരിക്കും തിന്നായിട്ടുള്ള ഒരു ഹെയർ ആയിരുന്നു. തിക്നെസ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഹെയർ എക്സ്റ്റൻഷനൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഹെയറിൽ എത്രത്തോളം ഹെയർ ഉണ്ടോ ആ ഒരു ഹെയർ വെച്ചിട്ടാണ് ഞാനൊരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മേക്കപ്പ് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് എന്നുള്ളതെല്ലാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് വരും ദിവസങ്ങളിൽ ഇനി നല്ല വീഡിയോസുമായിട്ടൊക്കെ മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ്, അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലും. പർപ്പിൾ കളറാണ്, സോറി പർപ്പിൾ അല്ല, ലാവൻഡർ കളറാണ് മാഡത്തിൻ്റെ ഡ്രസ്സിൻ്റെ കളർ എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു കളറായിരുന്നു, എനിക്കും ഇഷ്ടപ്പെട്ടു. ഡയറക്റ്റ് കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു. അതിനനുസരിച്ചുള്ള ഫ്ലവർ ബൊക്കെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് വരും ദിവസങ്ങളിൽ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇടുന്ന വീഡിയോസ് ആയതുകൊണ്ട് തന്നെ അതിൽ കുറേ തെറ്റുകുറ്റങ്ങളുണ്ടാകും. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. നമുക്ക് നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരേക്കും ഓക്കെ, ബൈ ബൈ, സീ യു.